ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ്, നമ്മളിവിടെ സ്ട്രോബെറിയും ഒരു ഹാഫ് ആപ്പിളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഒരു ഡിന്നറായിട്ട് കഴിക്കാം. അല്ല നൈറ്റായിട്ട് കഴിക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട്സ് ഓട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ റോൾഡ് ഓട്സ് 2 വലിയ സ്പൂണ് റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇത് ബേസിൽ സീഡ്സ് ആണ്. നിങ്ങൾ ചിയ സീഡ് പോലെ തന്നെ വളരെ നല്ല ഒരു സീഡാണ് ബേസിൽ സീഡ്സ്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു ഗ്ലാസ് സ്ലിം മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 4 സ്ട്രോബെറിയും ഹാഫ് ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് എടുത്തു വെക്കാം. ഓവർനൈറ്റ് ഒന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 to 4 hours സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ബേസിൽ സീഡ്സും അതുപോലെ തന്നെ ഓട്സും ഇതിലെ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് ഒരു ജെല്ലി പോലെയാകും. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ മിൽക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ആൽമണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആൽമണ്ട് ആഡ് ചെയ്യാം, വാൾനട്ട് ആഡ് ചെയ്യാം, അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് യോഗട്ട് ആഡ് ചെയ്തും കഴിക്കാം. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ എടുത്തു വെക്കാം. എന്നിട്ട് കഴിക്കുമ്പോൾ ഇനി കാണാം. നമ്മുടെ മിക്സ് ഞാനപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാ കേട്ടോ. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഈ പാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ഇതെല്ലാം നല്ലോണം സോക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാം. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് യോഗട്ട് ആഡ് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇത് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ള് നിറയും. ഓവർനൈറ്റ് ഓട്സിന്റെ കൂടെ ഈ 2 ബോയിൽഡ് എഗ്ഗും കൂടി ഞാൻ കഴിക്കും. ചിലപ്പോ ഒരു ബോയിൽഡ് എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗിന്റെ വൈറ്റ് മാത്രമാണ് എടുക്കുകയുള്ളൂ. ചിലപ്പോ 2 എഗ് വൈറ്റ് മാത്രം എടുക്കുകയുള്ളൂ. എഗ് യോക്ക് കഴിക്കില്ല. അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്.